രാജ്യത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ ആചാര്യന്മാരുടെ സംഗമവേദിയായി കണ്ണൂർ കണ്ണപുരത്തെ മാണിക്യം കുടുംബം. അയോധ്യ, മൂകാംബിക, ശബരിമല തുടങ്ങി രാജ്യത്തെ വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളിലെ ആചാര്യന്മാർ ഇവിടെ എത്തിയിരുന്നു. പാപ്പിനിശ്ശേരി പൊയിലിലെ കാർത്യായനിയമ്മയുടെ ശ്രാദ്ധദിനത്തിൽ മക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ പൂജകളിലും വേദോച്ചാരണങ്ങളിലുമാണ് ആചാര്യന്മാർ പങ്കെടുത്തത്. കഴിഞ്ഞ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് കണ്ണപുരത്തെ മാണിക്യം കുടുംബത്തിൽ മാതാവ് കാർത്യായനി അമ്മയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് മക്കളുടെ നേതൃത്വത്തിൽ വിവിധ പൂജകളും വേദോച്ചാരണങ്ങളും സംഘടിപ്പിച്ചത്. അയോധ്യ രാമക്ഷേത്രം പൂജാരി സന്തോഷ് തിവാരി, മൂകാംബിക ക്ഷേത്രം തന്ത്രി സുബ്രഹ്മണ്യ അടിക, ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനർ, കാശി വിശ്വനാഥ ക്ഷേത്രം പൂജാരി ആചാര്യ ശ്രീകാന്ത മിശ്ര, ബദരീനാഥ ക്ഷേത്രം മുൻ റാവൽ ഈശ്വർ പ്രസാദ്, തിരുപ്പതി ക്ഷേത്രം പ്രധാന പൂജാരി വേണുഗോപാല ദീക്ഷിതുലു, തിരുപ്പതി ക്ഷേത്രം പൂജാരി അനന്തശേഷാചാര്യലു, യജുർവേദ പണ്ഡിറ്റ് സാമവേദം രവിശാസ്ത്രി, പത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട്, ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ചോറ്റാനിക്കര ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ അനുജൻ നാരായണൻ നമ്പൂതിരിപ്പാട്, ശബരിമല ഗുരുവായൂർ മുൻ മേൽശാന്തി കൃഷ്ണദാസ് നമ്പൂതിരി, ശബരിമല മുൻ മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരി, ചെട്ടിക്കുളങ്ങര മുൻ മേൽശാന്തി ഗോവിന്ദൻ നമ്പൂതിരി തുടങ്ങി രാജ്യത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിലെയെല്ലാം ആചാര്യന്മാരുടെ സംഗമ ഭൂമിയായി മാണിക്യം തറവാട്. सब जग को प्यारा मैया ജൂന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മുഖ്യ സാന്നിധ്യമായി. തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിന്റെ ഓർമ്മദിനത്തിലാണ് എയർ ഇന്ത്യയിൽ മാനേജറായ രമേശ് നമ്പ്യാർ ഉൾപ്പെടെയുള്ള മക്കളുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു മഹനീയമായ ചടങ്ങ് സംഘടിപ്പിച്ചത്. മഹാഗണപതി ഹോമം, ലളിതാ സഹസ്രനാമജപം, ശ്രീസൂക്ത പൂജ, സുദർശന ഹോമം, സൂക്ത ഹോമം, നവഗ്രഹ പൂജ, പത്മനാഭസ്വാമി പൂജ, ഗുരുവായൂരപ്പൻ പൂജ, അയ്യപ്പ പൂജ, ചോറ്റാനിക്കര ദേവി പൂജ, മൂകാംബിക ദേവി പൂജ, ബദരീശ പൂജ, കാശി വിശ്വനാഥ പൂജ, ശ്രീരാമ പൂജ, രാജരാജേശ്വര പൂജ, ചെറുകുന്നിലമ്മ പൂജ, യതി പൂജ തുടങ്ങിയ പൂജകളും നടന്നു. കണ്ണപുരം പൊയിൽ തറവാട്ടിൽ നിന്നും കാർത്യായനി അമ്മയുടെ ഇരട്ട സഹോദരങ്ങളിൽ ഒരാൾ, എൻ്റെ പേര് രതീഷ് നമ്പ്യാർ, ബാംഗ്ലൂരിലാണ്. അപ്പോൾ അമ്മയുടെ മരണാന്തരം 3 വർഷമായി, ഇതോടുകൂടി 3ാമത്തെ വർഷമാണ്. വിപുലമായി കഴിഞ്ഞ 2 വർഷവും കേരളത്തിലെ മുഴുവൻ തന്ത്രിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു യാഗഭൂമിയായിട്ട് നടത്തിയ ഒരു ചടങ്ങ് അമ്മയുടെ സൗഹൃദത്തിനും അതുപോലെ തന്നെ ഇവിടെ വന്നു ചേരുന്ന എല്ലാ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും അതിൻ്റെ ഗുണം ഉണ്ടാകാനും വേണ്ടി ഒരു സുഹൃത ഹോമം, ഗണപതി ഹോമം, അതുപോലെ 5 തന്ത്രിമാർ ചേർന്ന് നടത്തിയ ആദ്യത്തെ വർഷം 5 പേരായിരുന്നു. ശബരിമല, പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂരപ്പൻ, മൂകാംബിക, ബദ്രീനാഥ്, കാശി, നമ്മുടെ അയോധ്യ, ഇവിടുത്തെ മുഴുവൻ വലിയ വലിയ പ്രീസ്റ്റുകളാണ് വന്ന് പൂജകൾ നടത്തിയത്. അപ്പോൾ അതൊന്നും ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു പൂജകളാണ്. പിന്നെ ഭാരിച്ച ചിലവുള്ളൊരു പൂജയാണ്. അതുകൊണ്ട് തന്നെയാണ് ആർക്കും ചെയ്യാൻ പറ്റാത്തത്. അവരെ കൊണ്ടുവരുന്നതും
കംപ്ലീറ്റ് നമ്മുടെ ചെലവിലാണ്. ഡൽഹിയിൽ നിന്ന് ഇവിടുത്തെ ഫ്ലൈറ്റ് വരിക. കൃഷ്ണദാസ് ശബരിമല മേൽശാന്തി, കൃഷ്ണദാസ് ഗുരുവായൂർ മേൽശാന്തി ആയിരുന്നു, ശബരിമല മേൽശാന്തി ആയിരുന്നു, പിന്നെ ഗുരുവായൂരായിരുന്നു, പമ്പറ, അമ്പലപ്പുഴ. ഇവിടെ വന്നു ചേർന്ന് മുഴുവൻ ആൾക്കാർക്കും അതിൻ്റെ പുണ്യം ഉണ്ടാവും. അതുപോലെ തന്നെ തിരുപ്പതി കല്യാണോത്സവം ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ആന്ധ്ര തിരുപ്പതിയിലെ പ്രീസ്റ്റാണത്, തിരുപ്പതിയിൽ നിന്ന്. അതുപോലെ തന്നെ ചണ്ഡിക ഹോമം, മൂകാംബിക ചണ്ഡി ഹോമം അവിടെ മാത്രം നടത്തുന്ന ഒരു ചണ്ഡിഹോമം നമ്മൾ ലാസ്റ്റ് 3 വർഷം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് വിശിഷ്ടമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയത്. സന്യാസിമാരുടെയും സദ്ഗുരുക്കളുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹം ലഭിക്കുന്നതിലൂടെ ഒരാൾക്ക് സന്തോഷകരവും ആനന്ദകരവുമായ ജീവിതം നയിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ചടങ്ങ് മക്കളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ഈ വർഷം മൂന്നാമത്തെ വർഷമാണ്. അതിവിപുലമായി ഇന്ത്യയിലെ പ്രഗത്ഭരായ മുഴുവൻ 11 തന്ത്രിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശേഷാൽ പൂജകളും അതുപോലെ തന്നെ സുഹൃത ഹോമം, ഗണപതി ഹോമം, യതിപൂജ ഇത്യാദികൾ 3 ദിവസമായി നടക്കുകയാണ്. ഇന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇത്രയും വലിയ ആചാര്യന്മാർ ഈ വർഷം തിരുപ്പതിയിലുള്ള തിരുപ്പതി വെങ്കടാചലത്തിൻ്റെ കല്യാണോത്സവം വരെ നടത്താനുള്ള ഭാഗ്യം, അത് കാണാനുള്ള ഭാഗ്യവും ഞങ്ങളുടെ വന്ന മുഴുവൻ ഭക്തർക്കും കുടുംബക്കാർക്കും സ്നേഹിതന്മാർക്കും നാട്ടുകാർക്കും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇത്രയും വലിയൊരു ചടങ്ങിൽ പങ്കെടുത്ത ഈ നാട്ടിലെ എന്നല്ല ഇവിടെ കൂടിച്ചേർന്ന മുഴുവൻ നാട്ടുകാർക്കും സ്നേഹിതന്മാർക്കും ഇതിൻ്റെ പുണ്യം ഉണ്ടായിരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യം. അതുപോലെ തന്നെ പല നേതാക്കന്മാരും വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ കലക്ടർ കൂടി ഇവിടെ വന്ന് പങ്കെടുത്തതിൽ ഞങ്ങൾ കുടുംബം വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇവിടെ വന്നു ചേർന്ന് വളരെ ഭംഗിയായി ഈ കാര്യങ്ങളെല്ലാം നടത്താൻ ഈശ്വരൻ അനുഗ്രഹിച്ചതും, അതുപോലെ തന്നെ എൻ്റെ ബ്രദർ രമേശ് നമ്പ്യാർ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇത്രയും വലിയൊരു യാഗഭൂമിയാക്കി മാറ്റിയ ഈ തറവാട്ടിൻ്റെ മണ്ണിൽ ചവിട്ടിയ ഓരോരുത്തർക്കും അതിൻ്റെ പുണ്യം ഉണ്ടായിരിക്കുന്നുണ്ട്, യാതൊരു തർക്കവുമില്ല. അത് ഇന്ത്യയിൽ തന്നെ ആരും ചെയ്യാത്ത ഒരു വലിയൊരു കാര്യമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സ്തോത്രാലാപനം, സോപാന സംഗീതം, സംഗീതാർച്ചന, ഭരതനാട്യം തുടങ്ങി വിവിധ ആധ്യാത്മിക സാംസ്കാരിക പരിപാടികളും നടന്നു. ജയ നീലകണ്ഠ വിലോചനേ ജയ നീലകുന്തള ജാല സങ്കര ബാലചന്ദ്ര